ദേശീയപാത നിർമ്മാണത്തിനായി മണ്ണ് കൊണ്ടുപോകുന്ന ടോറസ് വാഹനങ്ങൾ കടന്നുപോയതോടെ 2 ദിവസം മുമ്പ് റബ്ബറൈസർ ചെയ്ത റോഡ് തകർന്നെന്ന് പരാതി. കൂനംമുച്ചി നടുവട്ടം റോഡിൽ നിന്നും എറവക്കാട്ടേക്ക് തിരിയുന്ന ഭാഗത്താണ് റോഡിന്റെ സൈഡ് ഇടിഞ്ഞിരിക്കുന്നത്. നാട്ടുകാരുടെ പ്രതിഷേധത്തിനൊടുവിൽ കമ്പനി അധികൃതരും സ്ഥലത്തെത്തി. അടിയന്തരമായി പ്രശ്നം പരിഹരിക്കുമെന്ന് ഉറപ്പ് ലഭിച്ചതോടെയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. $2.59 കോടി രൂപ വിനിയോഗിച്ചാണ് നടുവട്ടം കൂനംമുച്ചി റോഡ് റബ്ബറൈസ്ഡ് ചെയ്തത്. കൊള്ളന്നൂർ യാറം ഭാഗത്താണ് ടോറസ് വാഹനം കടന്നുപോകുന്നതോടെ റോഡ് തകർന്നതെന്ന പരാതി ഉയർന്നത്. തുടർന്നാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ദേശീയപാത നിർമ്മാണത്തിനായി മണ്ണ് കൊണ്ടുപോയതോടെ എറവക്കാട് കൊള്ളന്നൂർ യാറം റോഡും തകർന്നടിഞ്ഞ അവസ്ഥയാണെന്നും ഇതിന് പരിഹാരമുണ്ടാകണമെന്നും നാട്ടുകാർ പറഞ്ഞു. യാറം എറവക്കാട് റോഡാണ്. ഇതിൻ്റെ പണി ഈ മണ്ണെടുക്കലുകൊണ്ട് ഈ റോഡിൻ്റെ പണി പറ്റ കഴിഞ്ഞിരുന്നു. ഇതിപ്പോൾ MLA വണ്ടിയിൽ 35 ലക്ഷം രൂപ ഈ റോഡിന് വെച്ചിട്ടുണ്ട്. അതേമാതിരി തന്നെ ടിപ്പു സുൽത്താൻ റോഡ് ഞങ്ങൾ അനവധി കാലമായി ആ റോഡ് വാഹനം പോകാനോ ഒരു വാഹനമായിട്ട് ഒരു വണ്ടി പോകാനോ വയ്യാണ്ട് കിടക്കും. നിലയും വിളിയും കൂടിയിട്ടാണ് ഇപ്പോൾ ആ റോഡിന് ഫണ്ട് വെച്ച് നല്ല വർക്കാണ് ചെയ്തിരിക്കുന്നത്. ആ വർക്ക് ചെയ്ത് നിർത്തി അന്ന് രാത്രി ഇവർ മണ്ണെടുക്കാൻ വന്നു. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിൽ മഴവെള്ളം കെട്ടിനിന്നതോടെ കാൽനട യാത്രയ്ക്കും വാഹനയാത്രയും കൂടുതൽ ദുരിതപൂർണമായെന്നും നാട്ടുകാർ പറയുന്നു. നടന്നു പോകാൻ പറ്റുന്നില്ലേ? കണ്ടോടെ റോഡ് ഞങ്ങൾക്ക് നടന്നു പോകാൻ പറ്റില്ല. അവർ ഇതിന്റെ മുന്നിൽ പാർട്ടി വന്നിട്ട് മണ്ണെടുത്ത് അന്ന് റോഡ് നേരാക്കി തരാൻ പറഞ്ഞു പോയി. കഴിഞ്ഞതിന്റെ ദിവസം റോഡ് നേരാക്കി തന്നില്ല. അങ്ങനെ പോയി വീണ്ടും പേര് വന്നിക്കണ്. ഈ ഇത്രയും കോടികൾ മുടക്കിയിട്ട് വലിയ റോഡിന് വേണ്ടിയിട്ട് ചെയ്ത് ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടായിട്ട് മാറിയിരിക്കുന്നു മറ്റുള്ളവർക്ക്. ഓക്കെ, ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നാട്ടുകാർ തടയാനുള്ള സാധ്യത ഉണ്ട് എന്നും പറഞ്ഞിട്ട് നിർത്തിച്ച റോഡ് നേരാക്കി തരണം. അല്ലാണ്ട് ഞങ്ങൾ മണ്ണിപ്പോൾ ഗവൺമെന്റ് വർക്കാന്നാ പറഞ്ഞു. ഞങ്ങൾ മണ്ണ് കൊണ്ടുവന്നതിന് എതിരല്ല. ആ റോഡ് നേരാക്കണം ഞങ്ങളുടെ ആവശ്യം. അതിന്റെ ഉത്തരവാദിത്തം അവരെ ഏറ്റെടുത്തെങ്കിൽ മാത്രമേ ഇനി മണ്ണുകൊണ്ട് സമ്മതിക്കുള്ളൂ. നാട്ടുകാരുടെ പ്രതിഷേധത്തിനൊടുവിൽ കമ്പനി അധികൃതർ സ്ഥലത്തെത്തുകയും ജനപ്രതിനിധിക്കും നാട്ടുകാർക്കും റോഡ് നന്നാക്കാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തതോടെ പ്രതിഷേധം അവസാനിപ്പിച്ചു. NCV ന്യൂസ് തൃത്താല. 6 മാസം കൊണ്ട് SSLC or +2 ഓൺലൈൻ ഓർ ഓഫ്ലൈനായും ഡിപ്ലോമ, ഡിഗ്രി, PG ഓൺലൈൻ ഓർ ഡിസ്റ്റൻസ് ആയും സ്വന്തമാക്കാം. കൂടാതെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും. ഹൈ ടോപ്പ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ NIOS ആൻഡ് സ്പോക്കൺ ഇംഗ്ലീഷ്. എടപ്പാൾ ആൻഡ് പൂക്കരതറ. കോൺടാക്ട് 9946 716 717 9744 807080.